2 പേരേ ഉള്ളൂ. ആരെങ്കിലും പ്രേയറിന് റെഡി ഉണ്ടോ? നിങ്ങൾ 2 പേരേ ഉള്ളൂ, രാജി ആൻഡ് ധന്യ. പ്രേയറിന് റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞാൻ ബുക്ക് എടുക്കട്ടെ കേട്ടോ. ദിവസം ഞാൻ ക്രിയേറ്റ് ചെയ്ത പ്രേയറിന്റെ ഒരു പ്രേയർ ഞാൻ പറഞ്ഞു, പിന്നെ ഒരെണ്ണോടെ ഉണ്ട്, അതുകൂടെ. റെഡിയാണോ? ധന്യ റെഡിയാണോ? Thank you, God, for the birds of seed. Thank you, God, for the food we eat. Thank you, God, for the birds that sing. Thank you, God, for everything. ഇത് മോന്റെ സ്കൂളിലെ പ്രേയർ ഡിസ്പ്ലേ. ഓക്കെ. എന്തായാലും നമ്മളെല്ലാരും തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു മിനിമം ഒരു പ്രേയർ എങ്കിലും നമ്മൾ റെഡിയാക്കണം. ഇത് റെക്കോർഡിൽ എഴുതേണ്ടതാണ്. ഇന്ന് നിങ്ങൾക്ക് കുറെ ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ട് അല്ലെ? കഴിഞ്ഞ ലെസന്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ കുറച്ച് ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കണ്ടിരുന്നോ ക്ലാസ് റൂമിൽ വന്നത്? ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് മാം. ക്വസ്റ്റ്യൻസ് അയച്ചിരുന്നോ? ഇല്ല, കണ്ടില്ല. വേറൊരു ഏതാണ് അതിൽ എഴുതേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ ഇതിലേക്ക് വന്നിട്ടുണ്ടാകരിക്കണം. മൈ കളക്ഷൻ ബുക്ക്, ഞാൻ അത് വേണമെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ്, കണ്ടിട്ടില്ലെങ്കിൽ. ഓക്കെ, ഇതാണ് നിങ്ങൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തിരുന്നത്. റെക്കോർഡ്സ് ടു ബി സബ്മിറ്റഡ്, മൈ കളക്ഷൻ ബുക്ക്, ഇല്ലസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക്, ഇല്ലസ്ട്രേറ്റഡ് ആക്ഷൻ സ്റ്റോറി ബുക്ക്, പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്, അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക്. ഇങ്ങനെ 5 റെക്കോർഡ്സ് ആണ്. അതിലെ ഫസ്റ്റ് വൺ ആയ മൈ കളക്ഷൻ ബുക്ക്
അതിലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആദ്യത്തെ 3 ABC എന്നുള്ള 3 ആക്ടിവിറ്റീസ് ആയിരുന്നു. ABCയിലെ പ്രോവർബ്സ് അറ്റ്ലീസ്റ്റ് ഒരു 10 നമ്പറെങ്കിലും പ്രോവർബ്സ് എഴുതണം. പിന്നെ റിഡിൽസ് അത് കടങ്കഥകളൊക്കെ ഇല്ലേ, അതും 10 നമ്പേഴ്സ്. നെക്സ്റ്റ് പസിൽസ്, അതും കുസൃതി ചോദ്യങ്ങൾ അങ്ങനെ വരില്ലേ, അതും 10 നമ്പേഴ്സ്. ഇത്രയും കാര്യങ്ങളായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ബാക്കി ആ റെക്കോർഡിൽ എന്തെല്ലാം എഴുതണം അതെല്ലാമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ റെക്കോർഡ് ഈസിയാണ്. ഈ ആദ്യത്തെ ഇതാണ് നമുക്ക് കുറച്ച് എഴുതാനുള്ളത്. പിന്നെ ട്രഡീഷണൽ നോളജ് ഫ്രം ദി എൽഡേഴ്സ്, പ്രായമായവരിൽ നിന്ന് കിട്ടുന്ന ട്രഡീഷണൽ നോളജ് ഒക്കെ ഇല്ലേ, ലൈക്ക് എന്താണ്, പാലില് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുന്നത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നല്ലതാണ്, അസുഖങ്ങളൊക്കെ വരുമ്പോൾ എനർജി, നല്ലൊരു എനർജിക്കൊക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞ പ്രായമായൊരു കുറെ ഹെൽത്ത് റിലേറ്റഡ് കുറെ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് നമുക്ക് പറഞ്ഞു തരില്ലേ, അതെല്ലാമാണ് ട്രഡീഷണൽ നോളജ് ഫ്രം ദി എൽഡേഴ്സ്. അത് ഞാൻ എഴുതിയത് വേണമെങ്കിൽ ഞാൻ വായിക്കാം. ഇപ്പൊ കുറച്ച് ദിവസം ലീവ് ആണല്ലോ, നാളെ തുടങ്ങി തിങ്കളാഴ്ച വരെ നിങ്ങൾക്ക് റംസാന്റെയും വിഷുവിന്റെയും അവധിയാണ്. സോ ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ് വായിക്കാം. 10 എഴുതിയത്. ട്രൈ ടു അവോയ്ഡ് ഗോയിങ് ഔട്ട് അറ്റ് ഓഡ് ടൈംസ്, ആ സമയത്ത് പുറത്തു പോയെന്നൊക്കെ അവർ പറയാറില്ലേ. ഡോണ്ട് ടേക്ക് നോൺ വെജ് ഫുഡ് വിത്ത് മിൽക്ക്, പാലിന്റെ കൂടെ നോൺ വെജ് ഭക്ഷണം കഴിക്കരുത്. പിന്നെ മാംഗോ ലീവ്സ് ആൻഡ് നീം സ്റ്റിക്ക് ആർ ഗുഡ് ഫോർ ക്ലീനിങ് ടീത്ത്. ക്ലോവ് ആൻഡ് കാർഡമം, ഈ ഗ്രാമ്പൂവും ഏലവും ആർ വെരി ഗുഡ് മൗത്ത് ഫ്രഷ്നർ. അങ്ങനെയൊക്കെയുള്ള ടിപ്സ് കേട്ടിട്ടുള്ള എനിക്ക് ഷെയർ ചെയ്യാട്ടോ. Burn dried neem leaves which will remove mosquitoes. Put some amount of salt in lukewarm water and pour the water on the swelling area. നീരൊക്കെ വരുമ്പോ ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നീര് പോകുന്നൊക്കെ നമ്മൾ പറയും. Mix 1 teaspoon of turmeric powder in milk. This is a good remedy for cough. Make a paste of turmeric and basil leaf. ഈ തുളസിയിലയും മഞ്ഞളും കൂടെ അരച്ച് ഇങ്ങനെ ഏതെങ്കിലും ഇൻസെക്ട് ബൈറ്റ് കടന്നലൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ചേർക്കാം. അങ്ങനെ പിന്നെ ഈ ഉപ്പും ജിഞ്ചറും കൂടെ ചവച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വയറിന് എന്തെങ്കിലും അസ്വസ്ഥത, ഗ്യാസ് ട്രബിൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ. അപ്പൊ അങ്ങനെ ട്രഡീഷണൽ നോളജ് ഫ്രം ദി എൽഡേഴ്സ് എന്ന് പറയുന്നത് അത് വരും. അടുത്തതായിട്ട് പറയുന്നത് പിക്ചേഴ്സ് ഓഫ് വണ്ടർഫുൾ അനിമൽസ് ഓർ ക്രീച്ചേഴ്സ് വിത്ത് ഡീറ്റെയിൽസ്. അതായത് വിചിത്രമായ ചില ജീവികളൊക്കെ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ പിരാന എന്നുള്ളൊരു ഫിഷ് ഇല്ലേ, അതിനെ കുറിച്ച് എഴുതാം. അപ്പൊ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പാരഗ്രാഫ് ആ പിരാനയെ കുറിച്ചും പിരാനയുടെ ഒരു പിക്ചർ കിട്ടിയിരിക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പിക്ചർ ഒട്ടിക്കാനും റൈറ്റ് സൈഡിൽ അതിനെ കുറിച്ച് എഴുതാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ഏത് ക്രീച്ചർ, ബേർഡ്സ് ആവാം, അനിമൽസ് ആകാം, അങ്ങനെ ഏത് ക്രീച്ചർ വേണമെങ്കിലും അതിനകത്ത് എഴുതാം. 5 പേരെ പറ്റി ഫിഷിനെ കുറിച്ച് എഴുതാം. പിന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് പ്രേയിങ് മാൻറ്റീസ്, പ്രാർത്ഥിക്കുന്ന പ്രാണി എന്ന് കേട്ടിട്ടില്ലേ, അപ്പൊ അതിന്റെ ഒരു ഷേപ്പ് തന്നെ അതാണ്. അപ്പൊ അതിനെപ്പറ്റി എങ്ങനെയൊക്കെ എഴുതാം. പ്രേയിങ് മാൻറ്റീസ് ഈസ് ആൻ ഇൻസെക്ട്. ദേ ഹാവ് ട്രയാങ്കുലർ ഹെഡ്സ് വിത്ത് ബൾജിങ് ഐസ് സപ്പോർട്ടഡ് ഓൺ ഫ്ലെക്സിബിൾ നെക്സ്. ഇത് എളുപ്പമായിരിക്കും എഴുതാൻ. ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് എഴുതാനുള്ള ഡീറ്റെയിൽസ് കിട്ടും. അതൊന്ന് സിമ്പിൾ ആയിട്ട് എഴുതുവാണെങ്കിൽ, പിന്നെ അതിന്റെ പിക്ചറും കളക്ട് ചെയ്യുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ പിക്ചർ വരയ്ക്കാനായിട്ട് പറ്റും. അത് 5 പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഡിജിറ്റൽ പെയിന്റിങ്. ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണ ഈ ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറിലൊക്കെ നമ്മള് MS പെയിന്റ് ചെയ്യില്ലേ, കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ദിവസം അവധി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എഴുതാൻ പറ്റുന്ന അത്ര എഴുതാലോ. ഇതുപോലുള്ള പിക്ചേഴ്സ് ഇല്ലേ, ഈ ട്രയാങ്കുലർ, സർക്കിൾ അങ്ങനെയൊക്കെ പറഞ്ഞ കുട്ടികൾ ചിലപ്പോൾ കളിക്കാറൊക്കെ ഇല്ലേ ഇതുപോലുള്ള പിക്ചേഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല് ഇത് നിങ്ങള് ഇതിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ഔട്ട് എടുത്താൽ മതി. കാരണം കളർ പ്രിന്റ് ഔട്ടിന് നല്ല റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തിട്ട്, ഡിജിറ്റൽ പെയിന്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ സിസ്റ്റത്തിൽ തന്നെ ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാൻ പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് 3 വെക്കാനുണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണേ നിങ്ങളോട് പറയുന്നുള്ളൂ. ഒരെണ്ണം പേസ്റ്റ് ചെയ്താൽ മതി. അത് പേസ്റ്റ് ചെയ്യാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തിട്ട് അത് ക്രയോൺസ് കൊണ്ട് കളർ ചെയ്താലും മതി. അല്ലാണ്ട് കളർ പ്രിന്റ് ഔട്ട് എടുക്കണമെന്നില്ല. അത് ക്ലിയർ ആയല്ലോ. പിന്നെ കളക്ഷൻ ഓഫ്, ഇനി അടുത്തത് നമുക്ക് എഴുതാനൊന്നുമില്ല, പിക്ചർ കളക്ഷൻ മാത്രമേ ഉള്ളൂ. അത് എളുപ്പമായിരിക്കും. ചെറിയ ക്ലാസ്സിലെ LKG UKG കുട്ടികളൊക്കെ
വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റിലൊക്കെ നിറയുണ്ടായിരിക്കും. ഡൊമസ്റ്റിക് അനിമൽസിന്റെ. അപ്പൊ നമ്മളിത് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ നമുക്ക് പിക്ചർ ഒട്ടിച്ചു പോകാം. ഡൊമസ്റ്റിക് അനിമൽസ് ആദ്യത്തെ ഒരു പേജില് ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് ഹെഡിങ് കൊടുക്കുക. അടുത്ത പേജ് കൊടുത്തിട്ട് അത് എഴുതുക. അപ്പൊ 5 എണ്ണം മിനിമം ഒട്ടിക്കാൻ ഞാൻ പറഞ്ഞിട്ട് മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും ഒട്ടിക്കാം. അതുപോലെ തന്നെ വൈൽഡ് അനിമൽസ്, ഫിഷസ്, ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ട്രീസ്, ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ്. ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ് പറഞ്ഞാൽ നമ്മുടെ ഹോം അപ്ലയൻസസ് ഒക്കെ ഇല്ലേ, നമ്മുടെ ഹോം അപ്ലയൻസസ്. പിന്നെ അതുപോലെ ഹോം അപ്ലയൻസസ്, മിക്സി, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡൊമസ്റ്റിക് അപ്ലയൻസസിലൊക്കെ വരുന്നത്. പിന്നെ ക്ലാസ് റൂം എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ക്ലാസ് റൂം എക്യുപ്മെന്റ്സ് എന്തൊക്കെ വരാം? ബ്ലാക്ക് ബോർഡ്, ചോക്ക്, ഡെസ്ക്, ബെഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലാസ് റൂം എക്യുപ്മെന്റ്സിൽ വരാം. പിന്നെ എക്സ്റ്റേണൽ പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, നമ്മളുടെ ശരീരത്തിന്റെ പുറത്ത് വരുന്ന പാർട്സ്, ഫേസ്, കൈ, കാല്, പിന്നെ നോസ്, അങ്ങനെ ഹെഡ്, അങ്ങനെയുള്ള എക്സ്റ്റേണൽ പാർട്സ് ഉണ്ടല്ലോ, ആ എക്സ്റ്റേണൽ പാർട്സ്. അടുത്തത് ഞാൻ ഇന്റേണൽ എന്നായിരുന്നു ഉദ്ദേശിച്ചത്, എഴുതിയപ്പോ അത് തന്നെയായിപ്പോയി, കോപ്പി പേസ്റ്റ് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ചെയ്തില്ല, ഞാൻ കറക്റ്റ് ചെയ്തിട്ടേക്കാട്ടോ. ഇന്റേണൽ പാർട്സ് ആണ് നെക്സ്റ്റ് വരേണ്ടത്. ഒന്ന് ഓർക്കുക, അവിടെ ഇന്റേണൽ പാർട്സ് ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഇന്റേണൽ പാർട്സ്. ഹാർട്ട്, കിഡ്നി, ലിവർ, അങ്ങനെയുള്ള ഇന്റേണൽ പാർട്സ് ഉണ്ടല്ലോ, അതെല്ലാം. പിന്നെ ഏതെങ്കിലും വെഹിക്കിൾസ്, ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ്, കുത്തബ് മിനാർ, താജ്മഹൽ, അങ്ങനെയൊക്കെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ടല്ലോ, അതിന്റെ പിക്ചേഴ്സ്. പിന്നെ വെഹിക്കിൾസ്, വണ്ടികൾ ഏതെങ്കിലും, എയ്റോപ്ലെയിൻ, ബോട്ട്, ബസ്, കാർ, ട്രെയിൻ, എല്ലാം എഴുതാം. പിന്നെ നാച്ചുറൽ തിങ്സ്, നാച്ചുറൽ ആയിട്ട് നമ്മുടെ നമ്മുടെ നാച്ചുറൽ തിങ്സ് ലൈക്ക് മഴ, റെയിൻ, അതിന്റെ പിക്ചർ ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കാം. പിന്നെ അതുപോലെ തന്നെ സ്നോഫോൾ അതിന്റെ പിക്ചർ ഉണ്ടെങ്കിൽ സ്നോഫോൾ, അതൊക്കെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ അതുപോലെ തന്നെ അതിൽ ട്രീ ഒട്ടിക്കാം, അതൊരു നാച്ചുറൽ തിങ് അല്ലേ, ട്രീ. അതുപോലെ ഫ്ലവേഴ്സ്, പിന്നെ ക്ലേ, റോക്ക്, പാറ, മണ്ണ്, അതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ എന്താ പറയാ, ഓഷ്യൻ അല്ലെ, അതൊക്കെ നാച്ചുറൽ ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് നാച്ചുറൽ തിങ്സിന് കൊടുക്കാം. പിന്നെ വർക്കിംഗ് പേഴ്സൺസ്, ഓരോ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, ലൈക്ക് ടൈലർ, മേസൺ, ബാർബർ, പോസ്റ്റ്മാൻ, ഡോക്ടർ, നഴ്സ്, കോബ്ലർ, ബ്ലാക്ക് സ്മിത്ത്, അങ്ങനെയൊക്കെയുള്ള ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒട്ടിക്കാം. എഞ്ചിനീയർ, ബേക്കർ, ഗ്രോസർ, അതെല്ലാം ഒട്ടിക്കാവുന്നതാണ്. ഈ LKG UKG പിള്ളേരുടെ ഒക്കെ ബുക്സ് നിറയെ ഉണ്ടാവും. അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ആ ബുക്ക് വെറുതെ വെച്ചിരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചാർട്ട് വാങ്ങാനും കിട്ടും. അപ്പോൾ നമ്മൾ അത് കളക്ട് ചെയ്യാം. ഈ റെക്കോർഡ് നമുക്ക് അത്രയേ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റുന്ന ബുക്കാണ്. അതിന്റെ ആ തുടക്കത്തിലെ പ്രോവർബ്സും റിഡിൽസും പസിൽസും ഒക്കെയാണ് എഴുതാനായിട്ട് കുറച്ചുള്ളത്. പിന്നെ വണ്ടർഫുൾ അനിമൽസ്, അതിനെപ്പറ്റി ഒരു ചെറിയ പാരഗ്രാഫ് എഴുതണം, പിക്ചർ ഒട്ടിച്ച്. അതൊക്കെയുള്ളൂ കൂടുതലായിട്ട് വരുന്നത്. അത് പറ്റുന്ന പോലെ വേഗം അത് ശരിയാക്കണേ. യെസ്. ഇത് റെക്കോർഡ് എഴുതാനുള്ളതാണോ? റെക്കോർഡ് ചെയ്യാൻ? അതെ, റെക്കോർഡ് എഴുതാനുള്ളതാ. ഫസ്റ്റ് റെക്കോർഡിന്റെ കണ്ടന്റ്സ് ആണ് ഇതെല്ലാം. അത് ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടാവും. സൈനയ്ക്ക് ക്ലാസ് റൂം ശരിയായില്ലെന്നല്ലേ പറഞ്ഞേ? ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. ഞാൻ കേറാനും കുറച്ചു നേരം വൈകി. അല്ല, എന്താ കിട്ടാത്ത, എന്താ കാണുന്നത്? മെയിലൊന്നും വരുന്നില്ലേ? മെയിൽ ID കൊടുത്തത് ഈ ഒരു ക്ലാസ് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. ഈ ഒരു ക്ലാസിന്റെ ഡീറ്റെയിൽസ് എവിടെന്നാ കിട്ടിയേ? മെയിലിൽ നിന്നാണോ? അത് ഞാൻ ജോയിൻ ചെയ്ത അന്ന് അവര് തന്നുള്ളതാണ്. അതെ, എങ്ങനെ തന്നു? അവര് വാട്സപ്പ് വഴി അയച്ചു തന്നതാണ്. എല്ലാവർക്കും വാട്സപ്പ് വഴിയാണോ ലിങ്ക് അയച്ചു തന്നെ? ബാക്കിയുള്ളവർക്കൊക്കെ? അല്ല മാഡം, ചാനലില്ലേ, വാട്സപ്പ് ചാനൽ വഴി. യെസ്, ആ ക്ലാസ് റൂം ചാനൽ വഴി. അപ്പൊ സൈനയ്ക്ക് അത് ആക്സസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത് ഇപ്പൊ ഇന്നലെ മാം പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ളത് ഇട്ട് തരാന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് കിട്ടുന്നില്ല. നമ്മുടെ ടെക്നിക്കലിന് ആ പയ്യനില്ല, അത് ലീവായി. ജസ്റ്റ് ജോയിൻ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അത് ഇറങ്ങി. എന്തായാലും ഞാൻ നോക്കട്ടെ കേട്ടോ. നാളെ തുടങ്ങി അവധിയാണല്ലോ, അപ്പൊ അത് അവര് കറക്റ്റ് ചെയ്തോളൂ. ഓഫീസുണ്ട്, ക്ലാസ്സസ് ഇല്ലാന്നേ ഉള്ളൂ. അത് അവർ കറക്റ്റ് ചെയ്യുമായിരിക്കും. ഇതിപ്പോ എനിക്ക് വർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല.
എന്തായാലും റെക്കോർഡ്സ് എഴുതി വെക്കാലോ. അത് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ഞാൻ ഞാൻ എഴുതുന്നുണ്ട്. പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ചിട്ട് റെക്കോർഡ് ചെയ്താലോ. അത് എഴുതുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് യൂണിറ്റ് 3 ആണ് കേട്ടോ. മോഡ്യൂൾ 1 പാർട്ട് 1 യൂണിറ്റ് 3 ആണ്. ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ്. കുറെയൊക്കെ നമ്മള് ഒത്തിരി ഫെമിലിയർ ആണ് ഈ ഒരു സബ്ജക്ട്, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ്. ആ ഒരു പാരഗ്രാഫ് ഇച്ചിരി വലുതാണ്, എന്നാലും നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. നിങ്ങളൊരു മെഡിറ്റേഷൻ പോലെ ആ ഒരു പാരഗ്രാഫ് ഒന്ന് മനസ്സിൽ വായിച്ചു. ഓക്കെ, നമ്മുടെ യൂണിറ്റ് ഫുഡിനെ കുറിച്ചാണല്ലേ. ബാലൻസ്ഡ് ഡയറ്റ് ആണ് വേണ്ടത്. എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചാൽ പോരാ, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം ഫോളോ ചെയ്യുന്നത്. കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അവരുടെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും അവരുടെ ഓരോ ഡെവലപ്മെന്റിലും ദി നീഡ് ന്യൂട്രീഷ്യസ് ഫുഡ്. അവർക്ക് എല്ലാ ന്യൂട്രിയൻസും വരുന്ന ഫുഡ് കൊടുക്കണം. നമുക്കറിയാം, ജനിച്ച ഉടനെ കുട്ടിക്ക് അമ്മയുടെ പാലായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ലിക്വിഡ് ഫോമിലുള്ള ഫുഡായിരിക്കും, പിന്നെ സെമി സോളിഡ് ഫുഡ്, പിന്നെ സോളിഡ് ഫുഡിലേക്ക് കുട്ടിയുടെ ഓരോ ഏജ് കൂടുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രീ സ്കൂൾ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ട്സ് ഓഫ് ന്യൂട്രിയൻസും എനർജിയും വേണം അവർ കഴിക്കുന്ന ഫുഡിൽ നിന്ന്. കാരണം അവര് ഭയങ്കര സ്പീഡ്ലി ആയിട്ട് അവർക്ക് ഡെവലപ്മെന്റും ഗ്രോത്തും നടക്കുന്ന ഒരു സമയമാണ്. ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഡിഫറൻസ് നമ്മൾ പറഞ്ഞത്, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഉള്ള അവരുടെ ശരീര വളർച്ച, ഡെവലപ്മെന്റ് ഇൻ ദ സെൻസ് ആ ഫിസിക്കൽ ഗ്രോത്തിനൊപ്പം തന്നെ അവരുടെ സെൻസ്, അവരുടെ ബോധം, അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് നടക്കുന്ന ഇതാണ്. ഓക്കെ, ഈ ഫുഡ് അവർ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് വേണ്ട എനർജിയും ന്യൂട്രിയൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് കുറയുമ്പോൾ, ഇങ്ങനത്തെ ന്യൂട്രിയൻസ് എല്ലാം കുറയുമ്പോൾ കുട്ടികൾക്ക് പല പ്രോബ്ലംസും ഉണ്ടാകുന്നു. പലപ്പോഴും അവരുടെ ഏജിനനുസരിച്ച് അവർക്ക് ചില സിറ്റുവേഷൻസുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ, അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതായിട്ട് വരുന്നു. അതിന്റെ കേപ്പബിലിറ്റി കുറയുന്നു. അതുകൊണ്ട് പാരന്റ്സും ടീച്ചേഴ്സും കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് നല്ല ന്യൂട്രിയൻസ് ഉള്ള നല്ല ഫുഡ് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് അവര് ശ്രദ്ധിക്കണം, അഷ്വർ ചെയ്യണം. അപ്പൊ ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ റിച്ച് ആയിരിക്കണം. എന്തെല്ലാം വേണം ഫുഡിനകത്ത്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്. അതിന്റെ കൂടെ ഒന്നുകൂടെ ചേർത്തൊരു ഫാറ്റ്സ്, കൊഴുപ്പും വേണം അല്ലെ. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ഇതെല്ലാം കറക്റ്റ് രീതിയിൽ തന്നെ, കറക്റ്റ് അളവിൽ, ക്വാണ്ടിറ്റിയിൽ വേണം, അമിതമായി പോകരുത്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് ആൻഡ് ഫാറ്റ്സ്. ഓക്കെ, എന്താ ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്? നമ്മൾ ഏതൊക്കെ ഫുഡിൽ നിന്നാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നത്? യെസ്, റൈസ്, വീറ്റ്,
എന്താ പറയാ ബ്രെഡ്, പിന്നെ പൊട്ടറ്റോസ്, അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടാറുണ്ട്. പക്ഷെ ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് കാർബോഹൈഡ്രേറ്റ്സ് ഹെൽത്തിയുമാണ് അൺഹെൽത്തിയുമാണ് അല്ലെ. പലപ്പോഴും എന്തെങ്കിലും ഫുഡ് റിലേറ്റഡ് അസുഖങ്ങൾ വരുമ്പോൾ, ഡയബറ്റിക് ഒക്കെ വരുമ്പോൾ കാർബ് കുറയ്ക്കാനാണ് പറയുന്നത്, കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക അത് പറയാറുണ്ട്. ഒരു റെസ്ട്രിക്ഷൻ എപ്പോഴും കൂടുതലും വരുന്നത് കാർബോഹൈഡ്രേറ്റ്സിലാണ് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഫാറ്റ്, ബാക്കി പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും കുറയ്ക്കാനാണ്. ഇപ്പം കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഫാറ്റ് അടങ്ങിയ ഫുഡ് കുറയ്ക്കാൻ പറയും. ഡയബറ്റിക് ആണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൂക്കോസ് ആണ് അതിൽ കൂടുതലും വരുന്നത്. അപ്പോൾ ഡയബറ്റിക് ആയി വരുമ്പോഴേക്കും ഷുഗർ, അത് കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് പല ഫോമിലാണ് ശരിക്കും ഫുഡിൽ ഉള്ളത്. ഷുഗറിന്റെ ഫോമിലുണ്ട്, ഫൈബർ ഫോമിലുണ്ട്, സ്റ്റാർച്ചിന്റെ ഫോമില്. ഷുഗർ കണ്ടന്റ് ഉള്ള കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചിട്ട് ഫൈബർ കണ്ടന്റ്സ് കൂടുതലുള്ള കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാനാണ് ഡോക്ടേഴ്സ് പലപ്പോഴും പറയാറ്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്ലൂക്കോസിന്റെ ഒരു സോഴ്സ് ആണ്. അതൊരു എനർജി സോഴ്സ് തന്നെയാണ്. നമുക്കറിയാം ഈ നല്ല ചൂടാണ് അല്ലെ. അപ്പൊ ഈ റോഡിലൊക്കെ നിന്ന് പണി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എപ്പോഴും അവർക്ക് കൊടുക്കേണ്ട ഫുഡ് എന്താ, കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഫുഡ് അവർ കഴിക്കണം. കാരണം എനർജി വേണം അവർക്ക്. ഇതൊരു എനർജി സോഴ്സ് ആണ്. അത് ഗ്ലൂക്കോസ് വേണം അവർക്ക്. ഈ ഓട്ട മത്സരമൊക്കെ നടത്തുമ്പോൾ ഓടി തളർന്നു വരുന്ന കുട്ടികൾക്ക് എന്താ ഗ്ലൂക്കോസ് ആയിട്ട് കൊടുക്കും. അപ്പൊ ശരിക്കും അത് എനർജി കൂട്ടുക, ക്ഷീണം മാറ്റുന്നു. ഈ വെയിലത്തൊക്കെ നിന്ന് പണിയെടുക്കുന്നവർക്ക് ഭയങ്കര ക്ഷീണം വരുമ്പോൾ അവര് കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഫുഡാണ് ഫോളോ ചെയ്യേണ്ടത്. അവര് ആ ജോലി ചെയ്ത് തളരുന്നതായിരുന്നു. കാരണം അവരുടെ ബോഡിയിൽ നിന്ന് ഗ്ലൂക്കോസ് അമിതമായി നഷ്ടപ്പെടും. ആ ഒരു സമയത്ത് വാട്ടറും നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാർബോഹൈഡ്രേറ്റ്സ് ആണ് കഴിക്കേണ്ട ഫുഡ് ആ ഒരു സമയത്ത്. അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്താന്ന് പറഞ്ഞു, അത് ഒരു എനർജി സോഴ്സ് ആണ്. അത് പല ഫോമിലുണ്ട്. ഏതെല്ലാം ഫോമിലാണ് അത് പറഞ്ഞത്? ഷുഗർ, ഫൈബേഴ്സ്, അതുപോലെ തന്നെ സ്റ്റാർച്ച് ഫോമിലും. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഷുഗറിന്റെ ഫോമിലും ആകാം, ഫൈബർ ഫോമിലാകാം, സ്റ്റാർച്ച് ഫോമിലായിരിക്കാം. എക്സാമ്പിൾസ് ഇപ്പൊ പറഞ്ഞു, വീറ്റ്, റൈസ്, ബ്രെഡ്, പൊട്ടറ്റോസ്, അങ്ങനെയുള്ളതിലൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിരിക്കും. പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു ചെറിയ പാരഗ്രാഫ് അടുത്ത പേജും കഴിഞ്ഞിട്ട് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചിട്ട്. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് നമ്മളിപ്പോ പറഞ്ഞത് കൊണ്ട് ആ ഒരു പാരഗ്രാഫ് നമുക്ക് വായിക്കാം. കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, വായിച്ചു. Okay, the carbohydrates are carbon, hydrogen, and oxygen. Biomolecules consisting of carbon, hydrogen, and oxygen atoms. Okay, ഇത് മെയിൻലി ഫൗണ്ട് ഇൻ പ്ലാന്റ് ഫുഡ്സ്. നമ്മൾ വീറ്റ്, റൈസ് അല്ലെ, ഗോതമ്പ്, അരി എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം മെയിൻലി പ്ലാന്റ് ഫുഡ്സിലാണ് കാണുന്നത്. ചെടികളിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഐറ്റംസിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അത് ഏത് ഫോമിലായിരിക്കും? ഗ്ലൂക്കോസ് ഫോമിലായിരിക്കും. അതുപോലെ തന്നെ ഡയറി പ്രോഡക്ട്സിലും കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. ഡയറി പ്രോഡക്ട്സ് എന്ന മിൽക്ക് റിലേറ്റഡ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതിലും കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അതിലെ ഫോം ലാക്ടോസ് ആണ്. ഇതിലില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് പോണം. ഓക്കെ, പിന്നെ ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് എന്തിനാന്ന് പറയുന്നുണ്ട്.
stuffy food, sugar, and fruits are the main sources of carbohydrates. Carbohydrates are required for the body to preserve heat, metabolism, to satisfy hunger, and to systematic glucose level in the blood. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇങ്ങനെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്ക് ഏറ്റവും നല്ലത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാരണം അവർക്ക് ക്ഷീണവും വിശപ്പും കൂടും. അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണ്. ഇത് നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം കറക്റ്റ് ആക്കും. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ബോഡിയിൽ നടക്കുന്ന എല്ലാ ഫങ്ഷൻസും, ഡൈജസ്റ്റീവ് ഫങ്ഷൻസും എല്ലാം അത് നല്ല രീതിയിൽ തന്നെ കറക്റ്റ് ആക്കും. പിന്നെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവലും സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ വെക്കും. ഫങ്ഷൻസ്, മെനി ഫങ്ഷൻസ്. ഇത് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒരു യൂസസ് അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പല ഫങ്ഷൻസും പെർഫോം ചെയ്യാനായിട്ട്, ബോഡിയിലെ പല ഫങ്ഷൻസും പെർഫോം ചെയ്യാൻ കാർബോഹൈഡ്രേറ്റ്സ് ആവശ്യമാണ്. പ്രോട്ടീൻ മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യിക്കാനായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് വേണം. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ സംഭവിച്ചാൽ അതിനെ എലിമിനേറ്റ് ചെയ്യാനും കാർബോഹൈഡ്രേറ്റ്സ് തന്നെ വേണം. The primary energy sources ആണ് carbohydrates. They provide energy. പിന്നെ ബ്ലഡിലെ ഗ്ലൂക്കോസ് അത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് കാർബോഹൈഡ്രേറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ കാര്യങ്ങളിൽ പറയാനുള്ളത്. പിന്നെ കുറച്ചുകൂടെ പോയിന്റ്സിന് പറയുവാണെങ്കിൽ, കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരും. ഭയങ്കരമായിട്ട് ക്ഷീണവും തളർച്ചയും ഫാറ്റിക്, വീക്ക്നെസ് അതെല്ലാം സംഭവിക്കാം. പിന്നെ ബ്രെയിൻ ഫങ്ഷന് കാർബോഹൈഡ്രേറ്റ്സ് മസ്റ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് കുറയുമ്പോൾ ബ്രെയിനിന്റെ ഫങ്ഷനിങ് ഭയങ്കരമായിട്ട് സ്ലോ ആകും. ഒരു എന്താ പറയുക, ഒരു ഇങ്ങനെ പറയില്ലേ, നമുക്കൊരു ബോധമില്ലാത്ത പോലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒരു മന്ദത എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ബ്രെയിൻ ഫോഗ് എന്ന് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും. ബ്രെയിൻ ഫോഗ്. കാർബോഹൈഡ്രേറ്റ്സ് പറയുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷനിൽ ബുദ്ധിമുട്ട് വരും, മെമ്മറി പ്രോബ്ലംസ് വരും, ഭയങ്കര മെന്റൽ കൺഫ്യൂഷൻ വരും. ഒരു മന്ദത പോലെ നമ്മൾ പറയില്ലേ, ബ്രെയിൻ ഫോഗ്. കാർബോഹൈഡ്രേറ്റ്സിന്റെ കുറവുകൊണ്ട് സംഭവിക്കുന്ന ഹെഡേക്ക്, തലവേദന ഭയങ്കരമായിട്ട് വരും. ഭയങ്കരമായിട്ട് നമുക്ക് ഇറിറ്റേഷൻ തോന്നും. എനർജി ലെവൽ കുറയുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നില്ല. പിന്നെ കോൺസ്റ്റിപ്പേഷൻ, മോഷൻ പോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും, കോൺസ്റ്റിപ്പേഷൻ വരും. ഇപ്പൊ കാർബോഹൈഡ്രേറ്റില് ഫൈബർ കണ്ടന്റ് ഉള്ള കാർബോഹൈഡ്രേറ്റ് ഫുഡ് ഉണ്ട്. അത് നല്ലതുപോലെ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ കോൺസ്റ്റിപ്പേഷൻ അത് ഇല്ലാതാക്കാം. വെയിറ്റ് ലോസ്, വെയിറ്റ് കുറയും. പിന്നെ കീറ്റോസിസ് എന്നൊരു പ്രോബ്ലത്തിലേക്ക് പോകും. കീറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ, ശ്വസിക്കുമ്പോൾ ഒരു ഫോൾ സ്മെല്ല് വരാം. അതുപോലെ തന്നെ നോസിയ, തലകറക്കവും ഛർദിലും പോലുള്ള അവസ്ഥ വരാം. അതാണ് കീറ്റോസിസ് എന്നുള്ള ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഫോൾ സ്മെൽ ഇൻ അവർ ബ്രീത്ത്, പിന്നെ നോസിയ, തലകറക്കവും ഛർദിക്കാൻ വരും, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ, വൊമിറ്റ് ചെയ്യാൻ വരുന്ന ഒരവസ്ഥയൊക്കെ വരാം. ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന പ്രോബ്ലം ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്താന്ന് നമ്മൾ പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ്സ് ഹെൽത്തിയുമാണ് അൺഹെൽത്തിയുമാണ്. കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്, കുറഞ്ഞാലും പ്രോബ്ലം വരും. കുറഞ്ഞാലുള്ള പ്രോബ്ലം തളർച്ച, ക്ഷീണം, ഫാറ്റിക്, വീക്ക്നെസ്, പിന്നെ ബ്രെയിൻ ഫോഗ്. ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞാൽ മന്ദത, മെമ്മറി കുറവായിട്ട് വരും, കോൺസെൻട്രേഷൻ കുറയും, അങ്ങനെയുള്ള കാര്യങ്ങൾ. മെന്റൽ കൺഫ്യൂഷൻ കൂടും, ഹെഡേക്ക് ഉണ്ടാകും, ഇറിറ്റേറ്റഡ് ആകും, കോൺസ്റ്റിപ്പേഷൻ വരാം, വെയിറ്റ് ലോസ് വരാം. കീറ്റോസിസ് എന്നുള്ളൊരു പ്രോബ്ലം. കീറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെത്തില് ഭയങ്കര ഫോൾ സ്മെല്ല് വരാം. പിന്നെ അതുപോലെ തന്നെ നോസിയ വരാനുള്ള ചാൻസും ഉണ്ട്. ഇതാണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. ഓൾമോസ്റ്റ് മനസ്സിലായല്ലോ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫോംസ്. സ്റ്റാർച്ച് ഫോമിലുണ്ട്, ഗ്ലൂക്കോസ് ഫോം, ഫൈബർ ഫോമിലുണ്ട്. നല്ലൊരു എനർജി സോഴ്സ് ആണ്, പ്രൈമറി എനർജി സോഴ്സ് ആണ്, എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. അതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫാറ്റിക്, വീക്ക്നെസ്, ഹെഡേക്ക്, ബ്രെയിൻ ഫോഗ്, നോസിയ വരാം, പിന്നെ കീറ്റോസിസ്, ബ്രെത്തില് ഫോൾ സ്മെൽ, പിന്നെ നോസിയ, അതെല്ലാം അങ്ങനെയുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഷുഗർ ലെവൽ സിസ്റ്റമാറ്റിക് ആയിട്ട് വെക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മെറ്റബോളിസം കറക്റ്റ് ആക്കുന്നു. ബോഡിയുടെ ഫങ്ഷൻസ് എല്ലാം ശരിയായ രീതിയിൽ നടക്കുന്നത്
കാർബോഹൈഡ്രേറ്റ്സിന് ഇമ്പോർട്ടൻസ്. പ്രോട്ടീൻ മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അപ്പൊ പ്രോട്ടീൻ സെക്ഷനിൽ വരുമ്പോൾ നമുക്കത് പറയും. അപ്പൊ നെക്സ്റ്റ് പ്രോട്ടീൻസ് ആണ് നെക്സ്റ്റ് പറയേണ്ടത്. അത് ഈ പാരഗ്രാഫ് വായിച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം പ്രോട്ടീൻസ് എന്താന്നുള്ളത്. ഓക്കെ, അതിന് വായിച്ചാൽ കാണാം പ്രോട്ടീൻസ് ആർ നെസസറി ഫോർ ദി ഗ്രോത്ത് ഓഫ് ദ ബോഡി. ഓക്കെ, പ്രോട്ടീൻസ് കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് ഏതാണ്? പ്രോട്ടീൻസ് ഉള്ള ഫുഡ് ഏതൊക്കെയാണ്? പ്രോട്ടീൻ, യെസ്, മുട്ട, പിന്നെ യെസ് പാല്, മിൽക്ക്, പിന്നെ അതുപോലെ തന്നെ മിൽക്ക് പ്രോഡക്ട്സിലൊക്കെ ഉണ്ടാവും അല്ലെ. യോഗേർട്ട് ഉണ്ട്. യോഗേർട്ടും കേർഡും തമ്മിലുള്ള വ്യത്യാസം എന്താ? കേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വീട്ടില് പാല്, തിളപ്പിച്ച പാലില് നമ്മുടെ വീട്ടില് തൈര് ഉണ്ടെങ്കിൽ തൈര് ഒരു സ്പൂൺ എടുത്ത് ഇളക്കി അതിനെ ഫെർമെന്റ് ചെയ്യിച്ചിട്ട് നമ്മൾ തൈര് ഉണ്ടാക്കും അല്ലെ. പാലില് പഴയ തൈര് ഒഴിച്ച് തൈരാക്കി എടുക്കും. അതിനകത്ത് ഒരു ബാക്ടീരിയൽ ആക്ഷൻ മാത്രമാണ് നടക്കുന്നത്, അപ്പോഴത് കേർഡ്. പക്ഷെ യോഗേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ബാക്ടീരിയൽ ആക്ഷൻ നടക്കുന്നുണ്ട് പാലില്. അതാണ് യോഗേർട്ട് ആയിട്ട് വരുന്നത്. നമുക്ക് വീടുകളിൽ യോഗേർട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പ്രത്യേകം അവരത് ലാബിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ ഈ രണ്ട് ബാക്ടീരിയ വെച്ചിട്ട് ഫെർമെന്റ് ചെയ്യിച്ചാണ്, മിൽക്കിനെ ഫെർമെന്റ് ചെയ്യിച്ചിട്ടാണ് യോഗേർട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അതാണ് കേർഡും യോഗേർട്ടും തമ്മിൽ വ്യത്യാസം. അപ്പൊ മിൽക്ക്, യോഗേർട്ട്, ചീസ്, ചീസ് പാലിന്റെ തന്നെ പ്രോഡക്റ്റ് ആണല്ലോ, ബൈ പ്രോഡക്റ്റ് ആണ്. പിന്നെ നട്ട്സ്, സീഡ്സ്, ആൽമണ്ട്സ്, പൈൻ നട്ട്സ്, വാൾനട്ട്, അങ്ങനെ കുറെ നട്ട്സും സീഡ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ കുറെ സീഡുകൾ നമ്മൾ കഴിക്കുന്നുണ്ട്. ഫ്ലാക്സ് സീഡ്, അതുപോലെ തന്നെ ചിയ സീഡ്സ് അല്ലെ. അതെല്ലാം ഭക്ഷണമായിട്ടും എന്തിന്റെങ്കിലും കൂടെ മിക്സ് ചെയ്തും ഒക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ പലതരം നട്ട്സുകള്, ഇതിലെല്ലാം പ്രോട്ടീൻസ് നല്ലപോലെ ഉണ്ടാവും. പിന്നെ പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങളില് പൾസസ്, ലെഗ്യൂംസ്, ബീൻസ്, അതിലെല്ലാം പ്രോട്ടീൻസ് നിറയുണ്ട്. പിന്നെ എന്താ പറയാ, ഇത് പ്രോട്ടീൻസ് കണ്ടന്റ് ഉള്ള ഫുഡ് കുറേ ഉണ്ടെന്ന് തന്നെ പറയാം. അത് പ്രോട്ടീൻസ് ശരിക്കും ആവശ്യമാണ്. ഇനി പ്രോട്ടീന്റെ കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. പ്രോട്ടീൻ ആർ നെസസറി ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി. ദേ കണ്ടെയ്ൻ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ എക്സെട്ര. നല്ലൊരു ട്രഷർ പോലെയാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, അനിമൽ പ്രോട്ടീനും വെജിറ്റബിൾ പ്രോട്ടീനും. അനിമൽ പ്രോട്ടീനും വെജിറ്റബിൾ പ്രോട്ടീൻസും അവൈലബിൾ ആണ്. അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി വെജിറ്റേറിയൻസ് ഉണ്ടാകും. വെജിറ്റേറിയൻസ് ഉണ്ടാവും, നോൺ വെജിറ്റേറിയൻസ് ഉണ്ടാകും. അപ്പൊ ഈ വെജിറ്റേറിയൻസ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പ്രോട്ടീനു വേണ്ടി, അവർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതുപോലെ പൾസസ്, ലെഗ്യൂംസ്, പയറുവർഗ്ഗങ്ങൾ, പിന്നെ മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ ആയിരിക്കും ഈ വെജിറ്റേറിയൻസ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നോൺ വെജിറ്റേറിയൻസിന് അല്ലാതെ എഗ് നോക്കാം, പിന്നെ അതുപോലെ തന്നെ ചില ഫിഷ്, ഇതിലൊക്കെ പ്രോട്ടീൻ നല്ലതുപോലെയുള്ള ഫിഷുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആണ് ഈ അനിമൽ പ്രോട്ടീൻസും വെജിറ്റബിൾ പ്രോട്ടീൻസുമായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രോട്ടീൻ നമ്മുടെ ബോഡി ഗ്രോ ചെയ്യാനും, ബോഡിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, സെൽസിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാനും പ്രോട്ടീൻ വളരെ ആവശ്യമാണ്. വൈഡ് റേഞ്ച് ഓഫ് ഫുഡ്, അതിപ്പോ നമ്മൾ പറഞ്ഞപ്പോ തന്നെ നമുക്ക് മനസ്സിലായിക്കോട്ടെ, ഈ ഫുഡിന് പ്രോട്ടീൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ഏത് വേണമെങ്കിലും നമ്മൾ എടുത്താൽ പ്രോട്ടീൻസ് ആവശ്യത്തിന് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും പ്രോട്ടീൻ കണ്ടന്റ്. അപ്പൊ നമ്മുടെ ഡയറ്റിൽ നിന്നും പ്രോട്ടീൻ നമുക്ക് നല്ലതുപോലെ തന്നെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ എത്ര പ്രോട്ടീൻ വേണം എന്നുള്ളത് നമ്മളുടെ ബോഡിയുടെ വെയിറ്റ്, ജെൻഡർ, സ്ത്രീയാണോ പുരുഷനാണോ അങ്ങനെ ജെൻഡർ അനുസരിച്ചും ഏജ് അനുസരിച്ചും ഹെൽത്ത് അനുസരിച്ചും എത്ര പ്രോട്ടീൻ ഒരാൾക്ക് വേണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
നട്ട്സിൽ സീഡ്സിൽ എല്ലാം പ്രോട്ടീൻസ് ഉണ്ട്. പിന്നെ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന അനിമൽ പ്രോട്ടീൻസ് വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ദ ഫോർമേഷൻ ഓഫ് പ്രോട്ടീൻ പാർട്ടിക്കിൾസ്. പിന്നെ ഈ നമ്മളുടെ ബോഡിയിൽ ബ്ലഡ് എവിടെയെങ്കിലും ലോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്താൽ ബ്ലഡ് ഫ്ലോ നിൽക്കുമല്ലോ, അതിനെല്ലാം പ്രോട്ടീൻസ് സഹായിക്കുന്നുണ്ട്. അതായത് എക്സസീവ് ബ്ലീഡിങ് നടക്കുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യും. ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കൂടുതലും ബ്ലഡ് പോകാതെ ഹെൽപ്പ് ചെയ്യുന്നു. റിപ്പയറിങ്, റീപ്രൊഡക്ഷൻ, ഗ്രോത്ത് ഇതെല്ലാം പ്രോട്ടീന്റെ ഫങ്ഷൻസ് ആണ്. നമ്മളുടെ ബോഡിയിൽ എല്ലാ ലിവിങ് തിങ്ങിലും നമ്മുടെ മാത്രമല്ല എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് പ്രോട്ടീൻസ് ആണ്. മെറ്റബോളിസം സ്പീഡ് ആക്കാനായിട്ട്, മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ബോഡിയിലെ ഫങ്ഷൻസ്, ഡൈജഷൻ അങ്ങനെ പലതരം ഫങ്ഷൻസിനെ സ്പീഡ് ആക്കാനായിട്ട് എൻസൈംസ് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് എൻസൈംസ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഒത്തിരി കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതിനെയെല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അതിനെയെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്നത് പ്രോട്ടീൻസ് ആണ്, ഈ എൻസൈംസ്. പിന്നെ ഗ്രോത്ത്, ബോഡിയുടെ ഗ്രോത്ത്, അപ്പൊ കുറെ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരുന്നു. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ്, പിന്നെ നമ്മുടെ ബ്രീത്തിങ്, ഡൈജഷൻ, റീപ്രൊഡക്ഷൻ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ആണ്. ഡൈജഷൻ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ആകുന്നു. പിന്നെ റീപ്രൊഡക്ഷൻ, ഇത് പുതിയ തലമുറ ഉണ്ടാകാനായിട്ടുള്ള റീപ്രൊഡക്ഷൻ, മെയിൽ ഫീമെയിൽ ആ ഒരു കോമ്പിനേഷനിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇതിനെയെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടീൻസ് ആണ്. ഇത് നമ്മുടെ ബോഡിയിൽ അതുപോലെ തന്നെ ചില ഹോർമോൺസ് ഉണ്ട്. അതെല്ലാം ഈ പ്രോട്ടീൻസിന്റെ മെയിൻ ഫങ്ഷൻസ് ആണ്. ഈ ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതിനെ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക, നല്ല രീതിയിൽ അത് ഫങ്ഷൻസ് നടത്തുക. അതായത് ഹാപ്പി ഹോർമോൺസ് ഉണ്ട്, മൂഡ് സ്വിങ്സ് പലപ്പോഴും ഹോർമോണിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രോട്ടീൻസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ കുറേ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രോട്ടീന്റെ കാര്യം. പ്രോട്ടീൻസ് എന്തിനൊക്കെയാണ് താഴെ പറയുന്നുണ്ട്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽസ്, റിന്യൂവൽ ഓഫ് റിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൽസ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു റീപ്രൊഡക്ഷൻ നടക്കുന്നു. പിന്നെ ഫോർമേഷൻ ഓഫ് എൻസൈംസും ഹോർമോൺസും അതിപ്പോ പറഞ്ഞു, അതിന്റെ ഫോർമേഷൻ അത് പ്രോട്ടീൻസ് ആണ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ ദ ബോഡിയിലെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു പ്രോട്ടീൻസ്. വൈഡ് വെറൈറ്റി ഓഫ് റേഞ്ച് പ്രോട്ടീൻസ് ഉണ്ട്. നട്ട്സ്, സീഡ്സ്, മിൽക്ക്, ഡയറി പ്രോഡക്റ്റ്, ലെഗ്യൂംസ്, പൾസസ്, പരിപ്പ്, പയറു വർഗ്ഗങ്ങൾ, അങ്ങനെയുള്ളതിനെല്ലാം പ്രോട്ടീൻസ് ഉണ്ട്. പ്രോട്ടീൻസ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് പറഞ്ഞു, പിന്നെ മിനറൽസും വൈറ്റമിൻസും ഫാറ്റ്സും ഉണ്ട്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സ് എന്തിനാന്ന് മനസ്സിലായല്ലോ, എനർജി സോഴ്സ് ആണ്, എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻസ് പല ബോഡി ഫങ്ഷൻ, ബയോളജിക്കലും കെമിക്കലും ആയിട്ട് പല ഫങ്ഷൻസും അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതിനെ സ്റ്റെബിലൈസ് ചെയ്യാനും എല്ലാം പ്രോട്ടീൻസ് വളരെ ആവശ്യമാണ്. വൈഡ് റേഞ്ച് ഓഫ് പ്രോട്ടീൻസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് വൈറ്റമിൻസിലേക്ക് പോകും. അത് നിങ്ങൾക്ക് വായിക്കാം. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് വായിക്കും, അത് കഴിഞ്ഞ് വായിക്കും, ഡീറ്റെയിൽ ആയിട്ട് പറയാം. വായിച്ചു.
ഓക്കെ റൈറ്റ്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. All thoughts that is all quantities that vitamin cotton vitamins, chicken vitamins, നാല് ഫാറ്റ് സോളുബിൾ ആണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ കെ. ഈ നാലെണ്ണമാണ് ഫാറ്റ് സോളുബിൾ. ഇത് ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വൈറ്റമിൻസ് അതില് ആ ഫാറ്റിന് അബ്സോർബായി ബോഡിയിലേക്ക് ചേരുള്ളൂ. ഫാറ്റ് ഉണ്ടെങ്കിൽ ബാക്കി വൈറ്റമിൻസ്, ബാക്കി 9 വൈറ്റമിൻസ്, അതായത് ബാക്കിയുള്ള വൈറ്റമിൻ സിയും 8 ബി കോംപ്ലക്സ് വൈറ്റമിനുകളുണ്ട്. അതായത് B1, B2, B3, B5, B6, B7, B9, B12. ഈ ബി കോംപ്ലക്സ് വൈറ്റമിനുകളില്ലേ, ഒന്നുകൂടെ ഞാൻ പറയാം. B1, B2, B3, B5, B6, B7, B9, B12. 8 അതിന്റെ കൂടെ വൈറ്റമിൻ സിയും കൂടെ വരുമ്പോഴേക്കും 9. ഈ 9 വൈറ്റമിൻസും വാട്ടർ സോളുബിൾ ആണ്. വാട്ടറിൽ അത് സോൾവ് ആയി ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യും. ഓക്കെ, 4 ഫാറ്റ് സോളുബിളും 9 വാട്ടർ സോളുബിളും ഉണ്ട്. അത്രയും വൈറ്റമിൻസ്. ഈ ഓരോ വൈറ്റമിൻസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. ഇതിൽ പറയുന്നില്ല, നിങ്ങളത് നോട്ട് ചെയ്യണം. അതില്ലെങ്കിൽ അത് ഏതൊക്കെ ഫുഡിൽ അടങ്ങിയിരിക്കുന്നു, അതില്ലെങ്കിൽ അതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്ത് അസുഖങ്ങൾ വരാം, അതെല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അതിനു മുമ്പ് ഫാറ്റും മിനറൽസും ഒന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് വൈറ്റമിൻസ് കുറെ ഉള്ളതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. വൈറ്റമിൻ ജസ്റ്റ് ഇൻട്രോ പറഞ്ഞു. ലാസ്റ്റ് മിനറലും ഫാറ്റും കഴിയുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് പറയാം. മുകളിൽ ഫാറ്റ്സ് ഉണ്ട്. ഫാറ്റ്സ് ആണ്, ഫാക്ട്സ് അല്ല. FATS. ഫാറ്റ്സ് ആൻഡ് ഓയിൽ കൺസിസ്റ്റ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. 2 ടൈപ്സ് ഫാറ്റ്സ് ഉണ്ട്, സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും. സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊളസ്ട്രോളിനെ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ബ്ലഡില് കൊളസ്ട്രോൾ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്നു. പ്ലാന്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഫാറ്റ് അത് അൺസാച്ചുറേറ്റഡ് ആണ്. ബട്ടർ, ഗീ, എഗ് യോക്ക്, ഗ്രൗണ്ട്നട്ട്സ്, മിൽക്ക്, ഫിഷ് എക്സെട്ര ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഫാറ്റ്. മിൽക്ക് പ്രോഡക്ട്സ് അതെല്ലാം, പിന്നെ എഗിന്റെ യോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗ്രൗണ്ട് നട്ട്, ഇതെല്ലാം ഫാറ്റ്സിന്റെ സോഴ്സസ് ആണ്, മെയിൻ സോഴ്സസ് ആണ്. സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും നമ്മൾ പറഞ്ഞു. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഈ പ്ലാന്റ്സിൽ നിന്നൊക്കെ ഡിറൈവ് ചെയ്ത് വരുന്നതെല്ലാം അൺസാച്ചുറേറ്റഡ് ആണ്. ഇത് ബെനിഫിഷ്യൽ ഫാറ്റ്സ് ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ബോഡിക്ക് നല്ലത്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് കൂടുതൽ നല്ലത്. ഗുഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട്. ഒലീവ് ഓയിൽ, പീനട്ടിന് കിട്ടുന്ന ഓയിൽ, പിന്നെ അതുപോലെ തന്നെ അവക്കാഡോ, നട്ട്സ്, അതെല്ലാം നല്ല അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ്സ് ഉള്ളതാണ്. അവക്കാഡോ, കേസൽ നട്ട്സ്, പംകിൻ സീഡ്, സെസാം സീഡ്, ഇതൊക്കെ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഗുഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് വരുന്നതാണ്. അതുപോലെ തന്നെ എന്താ പറയാ, സൺഫ്ലവർ ഓയിൽ, കോൺ, സോയാബീൻ എന്നുള്ള ഫാറ്റ്, ഫ്ലാക്സ് സീഡിന്റെ ഓയിൽസ്, വാൽനട്ട്, ഫ്ലാക്സ് സീഡ്സ്, ഫിഷ്, ഇതെല്ലാം അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സിൽ വരുന്നത്. അതാണ് നമ്മുടെ ബോഡിക്ക് നല്ലതെന്ന് പറയുന്നത്. പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് ഓഫ് ഫാറ്റ്സ് ആയിരിക്കും. നമ്മുടെ ബോഡിക്ക് അത്ര നന്നായിരിക്കില്ല. ഈ നമ്മൾ കഴിക്കുന്ന ചിക്കൻ, അതുപോലെ തന്നെ നട്ട്സ്, അതിനൊക്കെ സ്മോൾ എമൗണ്ടില് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടാവും. അത് പിന്നെ അതുപോലെ തന്നെ ബീഫ്, ചീസ്, ഐസ്ക്രീമിലൊക്കെ സ്മോൾ എമൗണ്ടിൽ തന്നെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടാവും. സാച്ചുറേറ്റഡ് ഫാറ്റ് മെയിൻലി ആനിമൽ ഫുഡ്സിലാണ് കാണുന്നത്. ചില പ്ലാന്റ് ഫുഡ്സിലും സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. അതായത്
പറയുവാണെങ്കിൽ പാം ഓയിൽ അങ്ങനെയുള്ളതിലൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടെന്നാ പറയുന്നത്. കോക്കനട്ട് ഓയിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതെപ്പോഴും ഒരു കൺഫ്യൂഷനിലല്ലേ. ചില ആളുകൾ പറയും കോക്കനട്ട് ഓയിൽ നല്ലതല്ല, ചില ആളുകൾ പറയും കോക്കനട്ട് ഓയിൽ നല്ലതാണ് ശരീരത്തിന്. ആക്ച്വലി കോക്കനട്ട് ഓയിൽ നമ്മൾ പച്ച വെളിച്ചെണ്ണയായിട്ട്, ഇപ്പം അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കില്ലേ, മീൻകറി വെക്കുമ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും, എന്തെങ്കിലും ചില ഡിഷ് നമ്മൾ ചെയ്യുമ്പോൾ അത് സ്റ്റൂ ഒക്കെ വയ്ക്കും, പച്ച വെളിച്ചെണ്ണയായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിന് കുഴപ്പമില്ല. പക്ഷെ ഇത് ചൂടാക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറയും. പിന്നെ വൺസ് നമ്മൾ കുക്ക് ചെയ്ത്, ഇപ്പൊ നമ്മൾ പപ്പടം കാച്ചി ആ എണ്ണ നമ്മൾ വീണ്ടും രണ്ടാമത് നമ്മൾ ബേൺ ചെയ്ത് വേറെ എന്തെങ്കിലും ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുമ്പോഴാണ് അത് കൂടുതൽ ദോഷമാവുന്നത്. അതാണ് ഈ സാച്ചുറേറ്റഡ് ഓയിലിന്റെ ഒരു പ്രോബ്ലം. രണ്ടാമത് ചൂടാക്കും അതിന് പ്രശ്നങ്ങൾ വരും. കൊളസ്ട്രോൾ കൂട്ടാനൊക്കെ ചാൻസസ് ഉണ്ടാവും എന്ന് പറയുന്നത്. സാച്ചുറേറ്റഡ് ഫാറ്റ്, പിസ്സ, ചീസ് ഇതിലൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, ബിഗ് സോഴ്സ് ആണ്. ചില മീറ്റ് പ്രോഡക്ട്സിൽ അതിലെല്ലാം ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് വരും. പിന്നെ ഫാസ്റ്റ് ഫുഡ് ഡിഷസിൽ, ചില വെറൈറ്റി ഫാസ്റ്റ് ഫുഡ് ഡിഷസിലും സാച്ചുറേറ്റഡ് ഫാറ്റ് കാണാം. അത് ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ നടക്കുവാണ്. ഇതിന്റെ ഒരു തർക്കം പോലെ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ കുറെ നാളായിട്ട് നടക്കുന്നുണ്ട്. സാച്ചുറേറ്റഡ് അത് എത്രത്തോളം ദോഷമാണ്, ചിലതൊക്കെ സാച്ചുറേറ്റഡ് ആണോ, ഗുഡ് ഫോർ ഹെൽത്ത് ആണോ, അങ്ങനെയുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു തർക്കങ്ങളൊക്കെ നടക്കുന്നു. പിന്നെ ഇത് വീണ്ടും വീണ്ടും ചൂടാക്കി ഓയിൽ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ദോഷങ്ങൾ വരുന്നത്. അപ്പൊ അതാണ് ഫാറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് മിനറൽസ്. മിനറൽസ് ഒന്ന് വായിച്ചോളൂ. മിനറൽസ് നോർമൽ ഫങ്ഷനിങ്ങിന് ആവശ്യമാണ് നമുക്ക് ശരിക്കും തന്നെ ഈ മിനറൽസ്. നമുക്ക് പല ഫുഡിൽ നിന്ന് നമുക്ക് കാൽസ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, അയൺ, കോപ്പർ, അയഡിൻ ഇതെല്ലാം വേണം. നമ്മളുടെ ബോഡിയിൽ തന്നെ നാച്ചുറൽ ആയിട്ട് ഇതുണ്ട്. പക്ഷെ അഡീഷണൽ ആയിട്ട് നമ്മളുടെ ബോഡിക്ക് വേണ്ടി വരുമ്പോഴാണ് നമ്മൾ അതിന്റെ സോഴ്സസ് ആയിട്ട് വരുന്ന ബട്ടർ, മിൽക്ക്, ചീസ്, ഫിഷ്, എഗ്, മീറ്റ്, ലിവർ, പൈനാപ്പിൾ, ഗ്രൗണ്ട് നട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിക്കുന്നത് മിനറൽസ് കൂടുതൽ. സെറൈൽസ്, ബ്രെഡ്, മീറ്റ്, ചില എന്താ പറയാ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലൊക്കെ മിനറൽസ് ധാരാളമുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് ഇതിലെല്ലാം മിനറൽസ് ധാരാളമായിട്ട് വരും. ഓക്കെ, മിനറൽസ് ഏകദേശം അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് വൈറ്റമിൻസ് ആണ് നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. വൈറ്റമിൻസ് 13 വൈറ്റമിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫാറ്റ് സോളുകൾ, അതുപോലെ തന്നെ വാട്ടർ സോളുകൾ. ഫാറ്റ് സോളുകൾ 4 എ, വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ. വാട്ടർ സോളുകൾസ് വൈറ്റമിൻ സി, B1, B2, B3, B5, B6, B7, B9, B12. വൈറ്റമിൻ എ ഓരോന്നിനും ഓരോ പേരുണ്ട്. ഈ പേര് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിസിൻസ് ഒക്കെ എഴുതി തരുമ്പോൾ അതിലെ കണ്ടന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് തരുന്ന മെഡിസിന്റെ കണ്ടന്റ് വൈറ്റമിൻ എ എന്നായിരിക്കില്ല കൊടുത്തിരിക്കുന്നത്, അതിന്റെ കെമിക്കൽ നെയിം ആയിരിക്കും റെറ്റിനോൾ. അതാണ് അതിന്റെ കെമിക്കൽ നെയിം, അല്ലെങ്കിൽ റെറ്റിനാൽ. റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനാൽ, RETINOL അല്ലെങ്കിൽ RETINAL. ഓക്കെ, ഇത് ഫാറ്റ് സോളുബിൾ ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു 4 ഫാറ്റ് സോളുകളിലെ ആദ്യത്തെയാണ് വൈറ്റമിൻ ഇ. റെറ്റിനോൾ എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ ബോഡിയിലെ ഏത് ഭാഗമായിട്ട് ബന്ധപ്പെട്ടതാണ് വൈറ്റമിൻ? ഏതാണ്? ഏതാ? റെറ്റിന ഐ അല്ലേ? ഐ. യെസ്, ഐയുടെ ഹെൽത്തിന് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ. വൈറ്റമിൻ എ വളരെ എസെൻഷ്യൽ ആണ് ഐ ഹെൽത്തിന്. ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്കറിയാം വിഷനെ ബാധിക്കും, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകും, രാത്രിയിൽ നമുക്ക് വിഷൻ ഭയങ്കര ഡിമാവും. ഫുഡ് സോഴ്സസ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ എ കിട്ടുക? ലിവർ, പിന്നെ ക്യാരറ്റ്സ്, ബ്രൊക്കോളി,
സ്വീറ്റ് പൊട്ടറ്റോ ഇല്ലേ, മധുരക്കിഴങ്ങ്, ബട്ടർ, സ്പിനാച്ച്, ചീര, പംകിൻസ്, ചില ചീസ് തന്നെ പല ടൈപ്പ് ഇല്ലേ അല്ലെ, ചില ചീസസ്, പിന്നെ എഗ്സ്, ആപ്രിക്കോട്ട്, പിന്നെ മത്തങ്ങയൊക്കെ ഇല്ലേ, മെലൺ, മിൽക്ക്, ഇതെല്ലാം നമുക്ക് വൈറ്റമിൻ എയുടെ ഗുഡ് സോഴ്സസ് ആണ്. ഡെയറി പ്രോഡക്ട്സ്, ലിവർ ഉണ്ട്, കോഡ് ലിവർ ഓയിൽ, പിന്നെ ക്യാരറ്റ്, ബ്രൊക്കോളി, മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ, ബട്ടർ, സ്പിനാച്ച്, പംകിൻ, മെലൺ, ചീസസ്, എഗ്സ്, ആപ്രിക്കോട്ട്, മിൽക്ക്, ഇതെല്ലാം ഇതിന്റെ ഗുഡ് സോഴ്സസ് ആണ്. ഇതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് എപ്പോഴും അല്ലെ. പണ്ടൊക്കെ ആൾക്കാർ ഈ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ നല്ലതുപോലെ കഴിക്കുമായിരുന്നു, വൈകുന്നേരത്തെ ഒരു ഇതാക്കിയിട്ട്. ചീര കഴിക്കാറുണ്ട്, മോസ്റ്റ് അതിന്റെ ഒരു ടൈമിൽ നമ്മൾ ചീര കഴിക്കും. പിന്നെ എഗ്ഗ് കഴിക്കുന്നവരുണ്ട്, മിൽക്കിന്റെ ഏതെങ്കിലും ഫോമിൽ യൂസ് ചെയ്യുന്നവരുണ്ടാകും. വൈറ്റമിൻ എയുടെ സോഴ്സസ്, വൈറ്റമിൻ എ റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനാൽ ഫാറ്റ് സോളുബിൾ ആണ്, ഐയുടെ വിഷന് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിഷ്യൻസി, നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഗുഡ് സോഴ്സസ് എന്ന് പറയുന്നത് ലിവർ, കോഡ് ലിവർ ഓയിൽ, ക്യാരറ്റ്സ്, ബ്രോക്കോളി, സ്വീറ്റ് പൊട്ടറ്റോസ്, ബട്ടർ, സ്പിനാച്ച്, പംകിൻ, മെലൺ, ചീസസ്, എഗ്സ്, ആപ്രിക്കോട്ട്സ്, മിൽക്ക്, ഇതെല്ലാം ഇതിന്റെ ഗുഡ് സോഴ്സസ് ആണ്. നെക്സ്റ്റ് വൺ B1, വൈറ്റമിൻ B1. ഇത് വാട്ടർ സോളുബിൾ ആണ് അല്ലെ. അതിന്റെ കെമിക്കൽ നെയിം തയാമിൻ എന്നാണ്, THIAMINE, തയാമിൻ കെമിക്കൽ നെയിം. ഇതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ജോലി വേരിയസ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് ആവശ്യമാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ പ്രൊഡ്യൂസിങ് വേരിയസ് എൻസൈംസ്. അത് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ബ്ലഡ് ഷുഗറിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ ഡെഫിഷ്യൻസി പല പല അസുഖങ്ങൾ ഉണ്ടാകും. ഡെഫിഷ്യൻസി എന്താ പറയാ, ഒരു അസുഖം ഉണ്ടല്ലോ, ബെറി എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖല്ലേ, കേട്ടിട്ടുണ്ടോ നിങ്ങള്? ബെറി എന്ന് പറഞ്ഞ അസുഖം വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുക. ഇത് അസുഖം ഉണ്ടാകുന്ന പുവർ ഡയറ്റ് നല്ലതല്ലാതായിരിക്കുക, പിന്നെ ആൽക്കഹോളിസം, അങ്ങനെയുള്ളവരിലാണ് കൂടുതലായിട്ട് ഈ വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതും ഈ അസുഖം ഉണ്ടാകുന്നു. ട്രീറ്റബിൾ ആണ് ചിലപ്പോ ലൈഫ് ലോങ്. കാരണം ആൽക്കഹോളിസം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ക്രോണിക് ഒക്കെ ആണെങ്കിൽ അത് നിർത്തില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ലൈഫ് ലോങ് വരാം, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളോളം ഇത് വരും. ഇതിന്റെ ലക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പില്ലായ്മ, വീക്ക്നെസ്, നമ്മളുടെ ഓരോ ജോയിന്റ്സിലൊക്കെ പെയിൻ വരിക, ബ്രീത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിച്ച് അങ്ങനെയുള്ള ബ്രീത്ത് നല്ലതല്ലാതായിരിക്കുക, പിന്നെ കാലിലൊക്കെ ഇങ്ങനെ നീര് വെച്ച പോലെ വരിക, ഇതൊക്കെയാണ് ഭയങ്കരമായിട്ട് ക്രോണിക് ആയിട്ട് ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിംറ്റംസ് ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പൊ അവർക്ക് വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി ആയിരിക്കും. നല്ല രീതിയിൽ കുട്ടികള് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല വരുന്നെങ്കിൽ അവർ നല്ല ഭക്ഷണമായിരിക്കില്ല, അവരുടെ ഡയറ്റ് പൂർ ആയിരിക്കും. കുട്ടികളിലും ഇതുപോലത്തെ സിംറ്റംസ് കാണാം. അതാണ് ബെറി അസുഖം ഉണ്ടാകും വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി കൊണ്ട്. ഗുഡ് സോഴ്സസ് ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നതെന്ന്? ഈസ്റ്റ്, സ്മോൾ എമൗണ്ട് ഓഫ് ഈസ്റ്റ്, പിന്നെ പോർക്ക്, നോൺ വെജിറ്റേറിയൻസിനൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതാകാം. പിന്നെ ചില ധാന്യങ്ങൾ, സെറൈൽ ഗ്രെയിൻസ്, സൺഫ്ലവർ സീഡ്സ്, ബ്രൗൺ റൈസ്, ചുവന്ന അരിയില്ലേ, അത് ഗുഡ് സോഴ്സ് ആണ്. പിന്നെ ആസ്പരാഗസിന് എടുക്കില്ലേ, ശതാവരി, അത്, കോളിഫ്ലവർ, പൊട്ടറ്റോസ്, ഓറഞ്ചസ്, ലിവർ ആൻഡ് എഗ്സ്. പൊട്ടറ്റോ, ഓറഞ്ച് സീസണിൽ നമ്മൾ കഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചുവന്ന അരി, നമ്മുടെ റൈസ് ഉപയോഗിക്കുന്ന ബ്രൗൺ റൈസ് ആണെങ്കിൽ നല്ലതായിരിക്കും. വൈറ്റമിൻ B1ന്റെ ഗുഡ് സോഴ്സ് ആണ്. നെക്സ്റ്റ് വൺ വൈറ്റമിൻ B2 ആണ്. ആസ് യൂഷ്വൽ ഇത് വാട്ടർ സോളുബിൾ ആണ്. കെമിക്കൽ നെയിം റൈബോഫ്ലാവിൻ, RIBOFLAVIN, റൈബോഫ്ലാവിൻ. വാട്ടർ സോളുബിൾ ആണ്. ബോഡി സെൽസിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു.
നമ്മൾ കഴിക്കുന്ന ഫുഡ് മെറ്റബോളൈസ് ചെയ്യുന്നു, അത് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നു. ഇതിന്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചുണ്ടിന്റെ ഭാഗത്തും വായിലുമൊക്കെ ചില ഇൻഫ്ലമേഷൻ, ഈ മൗത്ത് അൾസർ പോലെയൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ പൊട്ടുന്നതും ചെറിയ കുരുക്കള് പോലെ ഉണ്ടാകുന്നതൊക്കെ, അപ്പൊ പറയില്ലേ ഇത് വൈറ്റമിന്റെ കുറവ് കൊണ്ട് ബി കോംപ്ലക്സ് ടാബ്ലറ്റ് കഴിക്കേണ്ടി വരുന്നൊക്കെ നമ്മൾ കോമൺ ആയി പറയുന്ന കാര്യങ്ങളാണ് അല്ലെ. ഈ വായിലും ചുണ്ടിലും ഒക്കെ ചില ഇറിറ്റേഷൻ പോലെ സ്കിന്നിന് ചില പൊട്ടുന്നു അങ്ങനെയൊക്കെ വരുന്നത് വൈറ്റമിൻ B2ന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. ആസ്പരാഗസ് ശതാവരിയിലുണ്ട്, ബനാനാസ്, അതുപോലെ തന്നെ ഓക്ര വെണ്ടയ്ക്ക, ചീസ്, മിൽക്ക്, യോഗർട്ട്, മീറ്റ്, എഗ്സ്, ഫിഷ്, ഗ്രീൻ ബീൻസ് അതിലെല്ലാം ഈ വൈറ്റമിൻ B2 ഉണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വൈറ്റമിൻ A പറഞ്ഞു, വൈറ്റമിൻ B1 പറഞ്ഞു, വൈറ്റമിൻ B2 പറഞ്ഞു. വൈറ്റമിൻ എയുടെ കെമിക്കൽ നെയിം എന്തായിരുന്നു? റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനാൽ. അപ്പൊ അതിന്റെ ഫങ്ഷൻ ഐ ഹെൽത്തിന് ആവശ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിഷ്യൻസി നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകും ഡെഫിഷ്യൻസി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഗുഡ് സോഴ്സസ് ലിവർ, കോഡ് ലിവർ ഓയിൽ, ക്യാരറ്റ്, ബ്രോക്കലി, സ്വീറ്റ് പൊട്ടറ്റോസ്, ബട്ടർ, സ്പിനാച്ച്, പംകിൻസ്, ചീസസ്, എഗ്സ്, ആപ്രിക്കോട്ട്സ്, മെലൺ, മിൽക്ക്, ഇതെല്ലാം അതിന്റെ ഗുഡ് സോഴ്സസ് ആണ്. B1 തയാമിൻ ആണ്, വാട്ടർ സോളുബിൾ ആണ്, വേരിയസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമാണ്. അത് ബ്ലഡ് ഷുഗറിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ഡെഫിഷ്യൻസി ബെറി അസുഖം ഉണ്ടാക്കുന്നു. ഗുഡ് സോഴ്സസ് ഈസ്റ്റ്, പോർക്ക്, സെറൈൽ ഗ്രെയിൻസ്, സൺഫ്ലവർ സീഡ്സ്, ബ്രൗൺ റൈസ്, ഹോൾ ഗ്രീൻ, മുഴുവൻ ഗോതമ്പ് അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കില്ലേ, തവിട് നീക്കാത്തത്, അതെല്ലാം ഇതിനകത്ത് വരും. ആസ്പരാഗസ്, കോളിഫ്ലവർ, പൊട്ടറ്റോസ്, ഓറഞ്ചസ്, ലിവർ ആൻഡ് എഗ്സ്. വൈറ്റമിൻ B2 പറഞ്ഞത് റൈബോഫ്ലാവിൻ. ഇത് ഗ്രോത്തിനും ഡെവലപ്മെന്റിനും, ബോഡി സെൽസിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റിനും നല്ലതാണ്. ഇതിന്റെ ഡെഫിഷ്യൻസി നമ്മുടെ വാ പൊട്ടും, അങ്ങനെ മൗത്ത് അൾസർ ഒക്കെ വരില്ലേ, ലിപ്സും വായുടെ ഭാഗമൊക്കെ പൊട്ടുന്നത്, അതിന്റെ ഡെഫിഷ്യൻസിയാണ്. ഗുഡ് സോഴ്സസ് ആസ്പരാഗസ്, ബനാനാസ്, ഓക്ര വെണ്ടയ്ക്ക, ചീസ്, മിൽക്ക്, യോഗർട്ട്, മീറ്റ്, എഗ്സ്, ഫിഷ് ആൻഡ് ഗ്രീൻ ബീൻസ്. ഓക്കെ, അപ്പൊ B3 തുടങ്ങിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇനി അവധിയാണ്, റംസാൻ വിഷുവിന്റെ ഒക്കെ അവധിയാണ്. എല്ലാവരും റെക്കോർഡ്സ് മെസ്സേജ് നോക്കുക കേട്ടോ, അതിനായിട്ട് ശരിയാക്കാൻ പറയാൻ എന്തായാലും കൂടെ. എല്ലാവർക്കും കിട്ടുന്നുണ്ട്, സൈനിക്ക് മാത്രമാണോ ആഡായി പോവാത്തോണ്ടാണോ? അപ്പൊ അത് മെസ്സേജ് ശ്രദ്ധിക്കുക. അവധിയാണെങ്കിലും ക്ലാസ് റൂമില് ഇപ്പൊ ഞാൻ തന്നിരിക്കുന്നത് റെക്കോർഡ് ബുക്സ് എഴുതാനുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ അവധിയിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ അതിൽ ചെയ്യാം. എളുപ്പമുള്ള ഒരു റെക്കോർഡാണ്. ആക്ടിവിറ്റീസ് അല്ലേ ഉള്ളൂ ചെയ്യാൻ? അതെ അതെ, പിന്നെ ഈ കഴിഞ്ഞ ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസറും, പിന്നെ ആക്ടിവിറ്റീസിന്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മുഴുവനൊന്നും ഇട്ടൂന്നേ ഉള്ളൂ, നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യാം. ഏതോ കളക്ഷൻ റെക്കോർഡില് അത് അതിലല്ലേ അത് ചെയ്യേണ്ടത്? ഇനിയിപ്പോ ഈ തന്നിട്ടുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ആക്ടിവിറ്റീസ് ആണോ? ഇല്ല, റെക്കോർഡിലല്ല ആക്ടിവിറ്റീസ് എഴുതുന്നത്, ആ കളക്ഷൻ ബുക്കിൽ ചെയ്യേണ്ട. അതല്ല, ഇപ്പൊ മാഡം തന്നില്ലേ റെക്കോർഡ് എഴുതാൻ വേണ്ടി തന്നില്ലേ, പിക്ചേഴ്സ് ഒട്ടിക്കാൻ? കളക്ഷൻ ബുക്കിലാണോ? അതെ അതെ അതെ, കളക്ഷൻ ബുക്ക് ആ റെക്കോർഡിന്റെ പേര്, മൈ കളക്ഷൻ ബുക്ക്. ഓക്കെ, എന്നാ വൈൻഡ് അപ്പ് ചെയ്യാലോ. വൈറ്റമിൻസ് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ 13 വൈറ്റമിൻസ് ഉണ്ട്. നമ്മൾ വൈറ്റമിൻ A പറഞ്ഞു, B1 പറഞ്ഞു, B2 പറഞ്ഞു, പിന്നെ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ആക്ടിവിറ്റീസും റെക്കോർഡ് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നാ വൈൻഡ് അപ്പ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യണമെന്ന് നമ്മള് ഇതിനകത്ത് ഇടുന്നത് സബ്മിറ്റ് ചെയ്താൽ മതി, അതോ എഴുതിയ വല്ലതും ചെയ്യണോ?
ഇല്ലില്ല, സബ്മിറ്റ് ചെയ്താൽ മതി. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് രണ്ട് ചെയ്യും. അപ്പൊ അത് ഓട്ടോമാറ്റിക്. ഏതാ? 2 യൂണിറ്റിന്റെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മതിയല്ലേ? ആ മതി. ഓക്കെ മിസ്. താങ്ക് യു മിസ്. ഓക്കെ.